ഭയങ്കരമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിരുന്നല്ലേ ഈ മൂവിക്ക്. അപ്പൊ ഈ ഷോർട്ട് ഫിലിം നേരെ മൂവിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിംസ്, ഞങ്ങൾ ഈ ക്രൂ തന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, അതിൽ കൂടുതലും ഷോർട്ട് ഫിലിമിന്റെ ജേർണി പോകില്ല. ആ ദിവസത്തിലൂടെ ഞങ്ങൾ ഷൂട്ടൊക്കെ തീർക്കും. ബാക്കി പരിപാടിയെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റിംഗ് പരിപാടികളൊക്കെയാണ്. പക്ഷെ ഫിലിം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 18ഓളം ദിവസം ഷൂട്ട് വേണ്ടി വന്നു. അപ്പം എല്ലാ തരത്തിലുള്ള കണ്ടിന്യൂറ്റി ഭയങ്കര ആവശ്യമാണ്. ആർട്ടിസ്റ്റുകൾക്ക് കണ്ടിന്യൂറ്റി ആണ്, അതുപോലെ ഞങ്ങൾക്കും കണ്ടിന്യൂറ്റി വേണം. ചാർട്ടുകൾ ഉണ്ടാക്കേണ്ടി വരും. ഇന്ന ദിവസം ഇവിടെ, ലൊക്കേഷൻസ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇന്ന ദിവസം ഇവിടെ, നാളെ അവിടെ, അങ്ങനെ അങ്ങനെ ഓരോരോ ഈ ചാർട്ടിങ് മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. അപ്പം ഇത്രയും നാൾ 4-5 ദിവസം വർക്ക് ചെയ്തവര് ഇപ്പം ഒറ്റ സ്ട്രെച്ചിൽ ഒരു 18 ദിവസം വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസ് ആയിരുന്നു ഏറ്റവും വലിയ ഒരു കാര്യം ഫിലിം ചെയ്യുമ്പോഴത്തേക്ക്. ബാക്കി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ട്രക്ചേഴ്സ് ഒക്കെ, ഒരു സ്ട്രക്ചറൽ പരിപാടിയൊക്കെ ഷോർട്ട് ഫിലിമിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ ഷോർട്ട് ഫിലിം സ്ട്രെച്ച് ചെയ്ത് ഒരു 18 ദിവസത്തേക്ക് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസം ഞങ്ങളും ആദ്യമായിട്ടാണ് ആ വ്യത്യാസം അനുഭവിക്കുന്നത്. പക്ഷെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ബാക്കിയുള്ളവർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു, വഴിക്ക് വെച്ചൊന്നും വിട്ടു പോകാതെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാജിക് ഇവിടെ സംഭവിച്ചത്. ഈ സോറി മൂവിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യാവോ? സോറി ഇപ്പൊ കറന്റ് ഫെസ്റ്റിവൽ റണ്ണിംഗ് ആണ്. മോക്കോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ 2 അവാർഡ് ഉണ്ട്. അത് പോണ്ടിച്ചേരി വെച്ച് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കും ഉണ്ട്, ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർക്ക് അവാർഡ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് എക്സ്പെരിമെന്റൽ ഫിലിം ആയിട്ടുണ്ട്. പിന്നെ 2011-17 എന്ന ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ഉണ്ട്. അത്രയാണ് അവാർഡ്സ്. പിന്നെ ഒഫീഷ്യൽ സെലക്ഷൻസ് ആണ്. മദ്രാസ് ഇൻഡിപെൻഡന്റ് ഫിലിം ഫെസ്റ്റിവലിൽ ഒഫീഷ്യൽ സെലക്ഷൻ ഉണ്ട് ഇപ്പോൾ സോറിക്ക്. പിന്നെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടക്കണം, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടക്കുന്ന സ്റ്റോക്ക്ഹോം സിറ്റി ഫിലിം ഫെസ്റ്റിവൽ ഒഫീഷ്യൽ സെലക്ഷൻ ഉണ്ട്. അതൊക്കെയാണ് ഇതുവരെയുള്ള ഫെസ്റ്റിവൽ ജേർണി. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ പുള്ളി ഡയറക്ട് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അതിൽ തന്നെ ഇത്രയും അച്ചീവ്മെന്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഇതിലേക്ക് എത്തപ്പെടാനും വലിയ ഭാഗ്യമാണ്. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ്സ് കിട്ടിയപ്പോ കുറച്ച് കോൺഫിഡന്റ് ആയില്ലേ? അതെ. ഇനി അങ്ങോട്ട് മൂവീസ് ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ശരിക്കും ഈ സോറി എന്താണെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറയാം. സോറി ആക്ച്വലി പേര് പോലെ തന്നെ അപ്പോളജീസിന്റെ കഥയാണ്. സോറി എന്ന വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ക്ഷമാപണങ്ങളാണ്. അതിന്റെ ഒരു അപ്പോളജീസിന്റെ പൊളിറ്റിക്സ് ആണ്, ക്ഷമ പറച്ചിലിന്റെ പൊളിറ്റിക്സ് ആണ് ആക്ച്വലി സോറി ഡിസ്കസ് ചെയ്യുന്നത്. പടത്തിന്റെ പിന്നിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോളജീസിന്റെ പൊളിറ്റിക്സ്, മാപ്പ് പറച്ചിലിന്റെ പൊളിറ്റിക്സ് ആണ് ആക്ച്വലി സോറി ഡിസ്കസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. അങ്ങനെ ഉണ്ടായ ഒരു കഥയാണ് ആക്ച്വലി സോറി. അല്ല, ചേട്ടൻ പറയുന്ന പോലെ സോറി എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കല്ല, അത് എപ്പോഴും ഉപയോഗിക്കാൻ. അതേപോലെ തന്നെയാണോ? അതെ. സോറി എപ്പോഴും പറയില്ല, പക്ഷെ ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നമ്മൾ സോറി പറയണം എന്നുള്ളതാണ്. ഈ സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറില്ല, പക്ഷെ സോറി പറഞ്ഞാൽ മാറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെ. ഈ മൂവി മേക്ക് ചെയ്ത സമയത്ത് റിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് OTT ഒതുങ്ങിപ്പോവും എന്ന് ഉണ്ടായിരുന്നോ? അതോ ഇല്ല, OTT ഒരു ഒതുങ്ങലായിട്ട് തോന്നുന്നില്ല. OTT ആക്ച്വലി ഒരു മോർ പേഴ്സണൽ ആണ്. സോറി മോർ പേഴ്സണൽ, മോർ പൊളിറ്റിക്കൽ എന്നാണല്ലോ. സോറി കുറച്ചുകൂടെ പേഴ്സണൽ വാച്ചിന് പറ്റിയ ഫിലിമാണ്. ഞങ്ങൾക്ക് തന്നെ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ ചെയ്തത്. OTT ചെറിയ മൂവി ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ എങ്ങനെയാണ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് സംസാരിക്കുന്ന വിഷയം ആക്ച്വലി ആ കണ്ടന്റ് ആളുകൾ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ചർച്ച ചെയ്യേണ്ട ഒരു കണ്ടന്റ് തന്നെയാണത്. അത് കണ്ടു കഴിയുമ്പോൾ ഒരു ചർച്ച ഉണ്ടാകണം എന്നൊക്കെയാണ് ആഗ്രഹം. കാരണം അത് ഫിലിം മേക്കിംഗ് എന്നതിന് ഉപരി ഒരു സോഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ്. ഒരു ചർച്ച ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. നിന്ന് കത്തില്ല, കത്തും. ഈ മൂവിയുടെ റിലീസ് എങ്ങനെയായിരിക്കും? ആക്ച്വലി പടം ഫെസ്റ്റിവൽ റണ്ണിങ് ആണ്. ഇപ്പൊ നമുക്ക് ഈ അടുത്ത മാസങ്ങളായിട്ട് കുറച്ച് ഇങ്ങോട്ട് റിസൾട്ട്സ് വരാനുണ്ട്. ഐ മീൻ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു OTT പിച്ചിങ് നമുക്ക് പറ്റൂ. കാരണം ഇത്ര ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു OTT സിനിമയായിരിക്കും. സോറി സ്ട്രിക്ട്ലി ഒരു OTT പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും.